Magic morning. Magic morning. Morning. Magic morning. Magic morning. ഓക്കെ, എവിടെ എല്ലാവരും വിഷ് ചെയ്തോ? ഇല്ലല്ലോ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖാണ് മോളെ. സുഖാണ്. ശബ്ദമൊന്നും കിട്ടണില്ല. ഓക്കെ, യെസ്, ഓക്കെ, സന്തോഷം. ഓണം നബിദിനം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലേ എല്ലാവരും? ഇന്നിപ്പോ സ്കൂളൊക്കെ ഓപ്പൺ ആണ്, അതുപോലെ തന്നെ ഒരുപാട് ഓഫീസുകൾ കുറച്ച് ദിവസം ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആവുന്ന ഒരു ഡേ ആണ്. സോ ഒരു വീക്കിന്റെ സ്റ്റാർട്ടിങ്ങും കൂടെയാണ് മൺഡേ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് സെഷനിലേക്ക് പോവാം. ഇന്ന് നമ്മുടെ ഓസ്റ്റിൻ സാറുടെ സെഷനാണ് വരുന്നത്. ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ജലം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജലം എന്നുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എന്താണ് ഓസ്റ്റിൻ സാറിന് പറയാനുള്ളത് നോക്കാം. ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സാർ, പ്ലീസ് വെൽക്കം. Thank you, Frida. Thank you so much. Thanks a lot. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓണാശംസകൾ കഴിഞ്ഞു, എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും വിശേഷങ്ങളൊക്കെ മുഫീദ് ചോദിച്ചു, എന്നാലും കഴിഞ്ഞ ആഴ്ച നന്നായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഈ ആഴ്ച ജലം എന്ന ഒരു ടോപ്പിക്, വാട്ടർ, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ കുറച്ചും കൂടി, അല്ലെങ്കിൽ വാട്ടർ വെച്ച് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ബേസിക്കലി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ജലത്തില് ഇപ്പൊ നമ്മൾ ഈ ജലമൊക്കെ വളരെ പുണ്യമായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഹിന്ദു ആചാരം അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും? ലൈക്ക് അമ്പലത്തിൽ നിന്ന് നമുക്ക് തരുന്നത് തീർത്ഥം. അമ്പലത്തിൽ തീർത്ഥം എന്താണ്? അമ്പലത്തിൽ തീർത്ഥം ഒന്നും കിട്ടാറില്ലേ? ജലം തന്നെ. ജലം തന്നെയാണ്. അത് പൂജയൊക്കെ ചെയ്ത് നമ്മളത് മന്ത്രങ്ങളൊക്കെ ചെയ്ത് ജലം നൽകും. നമ്മളത് ഭയങ്കര ഭക്തിയോടെ ഇതൊക്കെ കഴിക്കുന്നു. ഈവൻ ക്രിസ്ത്യൻസിൽ അവരെപ്പോഴും ഒരു എന്താ പറയാ, മാമോദീസ മീൻസ് ഒരു ബാപ്റ്റിസം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത് ജലം ഉപയോഗിച്ചാണ്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഒരു വെഞ്ചരിക്കാന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഒരു വീട്, അതല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം വെഞ്ചരിക്കണമെങ്കിൽ അത് അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ച വെള്ളം വെച്ചിട്ട് തളിക്കുകയാണ് ചെയ്തത്. ഈവൻ മുസ്ലിംസിലും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഒഫീഷ്യൽ ആണോ എന്ന് അറിയണം, പക്ഷെ പല ആളുകളും ജലമൊക്കെ ഇങ്ങനെ ചെയ്ത് പൂജ ചെയ്യുന്ന പോലെ ചെയ്ത് പ്രാർത്ഥിച്ച് അവരുടെ ഇതൊക്കെ ഓതി കൊടുക്കാറുണ്ട്. ഈ ജലത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജലം ഏത് ഫോമും ഉൾക്കൊള്ളും എന്നുള്ളതാണ്. ജലത്തിന് ഏത് ഫോമിലേക്കും അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനേക്കാൾ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ എന്നൊന്ന് കോഹോസ്റ്റ് ആക്കാവോ? ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക്സ്. അതിനേക്കാൾ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു ശരീരത്തിന്റെ 70% വാട്ടറാണ്. 70% വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അത് എത്ര പേർക്ക് അറിയാം? 70% വാട്ടറാണെന്ന്. ഹലോ, 70% വാട്ടറാണെന്ന്. അപ്പൊ നമ്മുടെ 20% വെള്ളമാണ്. നമ്മൾ ഈ വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മളില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വെള്ളം കുടിക്കണം, വെള്ളം
വെള്ളം ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല. നമ്മള് ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ്. ഡോക്ടർ മസാറോ ഇമോട്ടോസ് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിന്റെ പിക്ചർ ഒന്ന് കാണിച്ചുതരാം. ഇദ്ദേഹമാണത്, ഡോക്ടർ മറാസോ ഇമോട്ടോ. ഇദ്ദേഹം വെള്ളത്തില് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഇദ്ദേഹം വെള്ളത്തിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വെള്ളത്തിന്റെ കുറിച്ച് എക്സ്പെരിമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ പറ. ഇല്ല സാർ. വെരി ഗുഡ്. ഇദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് പാത്രത്തില് വെള്ളം വെച്ചിട്ട് ആ 3 സെപ്പറേറ്റ് വെള്ളം വെച്ചു. അപ്പൊ നോർമൽ ഇപ്പൊ ഒരു ജപ്പാനിൽ നിന്ന് എന്താ പറയാ, ജപ്പാനിൽ കിട്ടുന്ന പൈപ്പ് വാട്ടർ എടുത്തിട്ട് അതിനെ ക്രിസ്റ്റലൈസ്, ലൈക്ക് അതിനെ തണുപ്പിച്ചിട്ട് ഐസാക്കിയിട്ട് അതിന്റെ ഒരു ക്രിസ്റ്റൽ ഫോം സൂക്ഷ്മദർശിനിയിലൂടെ നോക്കി അതിന്റെ പിക്ചർ എടുത്തു വെച്ചു. അതിനുശേഷം ഇദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ, ഈ വെള്ളത്തിനെ വെച്ചിട്ട് കുറെ പോസിറ്റീവ് അഫർമേഷൻസ് ഇതിനോട് പറയാൻ തുടങ്ങി. വെള്ളത്തിനോട് ഐ ലവ് യു, ഹാർമണി, അല്ലെങ്കിൽ പീസ്, അങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇദ്ദേഹം ഇതിന്റെ ഫോട്ടോ എടുത്ത് നോക്കി. അപ്പൊ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായ. ഈ പ്രത്യേകിച്ച് അഫർമേഷൻസ് കൊടുക്കാത്തതിനേക്കാളും ഒരു ക്രിസ്റ്റൽ ഫോമിൽ ഈ ഒരു സാധനം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും വലിയൊരു വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചീത്ത, ലൈക്ക് ഐ ഹേറ്റ് യു, യു ആർ നോട്ട് ഗുഡ്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് പറയുന്ന ജലം വളരെ മോശമായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ നമുക്ക് 2 വീഡിയോസ് ഉണ്ട്. ഞാൻ അതിൽ ആദ്യത്തെ ഒരു വീഡിയോ, ഒരു സ്കൂളില് കുട്ടികള് ഒരു വെള്ളം വെച്ചിട്ട് അതിന്റെ അടുത്ത് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അതിന്റെ ഒരു ഫോട്ടോ വരുന്നതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നെക്സ്റ്റ് ഒരു വീഡിയോയില് നമ്മൾ ഓരോ ഇമോഷൻസും, അതായത് നമ്മൾ ഓരോന്നും പറഞ്ഞതനുസരിച്ച് വെള്ളത്തിന്റെ ഉണ്ടാവുന്ന ആ ക്രിസ്റ്റൽ ഫോമായിട്ട് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇത് വീഡിയോ. ഇത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. ഞാനിത് വേറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാളും മുമ്പ് ആ ഒരു വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസമാവും. Used a glass of Tokyo tap water, which seems to be unable to form crystal. ഇതൊരു ടാപ്പ് വാട്ടർ ആണ്. ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ക്രിസ്റ്റൽ ഒന്നും ഫോം ചെയ്തില്ല. ഇതൊരു നമ്മളെ പറയുന്ന ഒരു ടെലിസ്കോപ്പിക്, ഒരു മൈക്രോ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു പിക്ചറാണ്. ഈ പിക്ചർ കണ്ടല്ലോ നിങ്ങൾ. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഇല്ല. And performed a test. Participants placed the glass in the center of their circle and sent gratitude to the water. Studying the water under the microscope, they started to see a crystal formation. Increased magnification showed the symmetry of the crystal, revealing how the tap water was transformed by the gratitude sent by the group. The crystal continued to grow, expressing the energies received. The tap water from Tokyo finally produced a beautiful crystal. It was interesting to see children so completely astonished after they witnessed the difference in Tokyo tap water before and after they sent the prayer. Their mothers were kind of skeptical before this experiment. But afterwards, they said, "We really have to believe it." Okay, ഇതാണ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ്, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിന്നിട്ട് നടുക്കൊരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് അവര് താങ്ക് യു, ലവ് യു എന്നൊക്കെയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രയർ ആണ് അവർ വെള്ളത്തിലേക്ക് കൊടുത്തത്. അപ്പൊ ആ വെള്ളം ആദ്യത്തെ ഫോം നിങ്ങൾ കണ്ടു, ഒരു പുഴുവൊക്കെ പോലെ ഒരു ടാപ്പ് വാട്ടറിന്റെ ഒരു ക്രിസ്റ്റൽ ഫോം കണ്ടു. പക്ഷെ ഈ കുട്ടികൾ ആ മെഷീന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് കുറെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടാണ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തത്. എന്നിട്ട് ആ മെഷീനിൽ ഇരുന്ന് മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ വീണ്ടും ഇവര് എനർജി സെൻഡ് ചെയ്യാൻ തുടങ്ങി. താങ്ക് യു, ലവ് യു, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത് ആ ക്രിസ്റ്റൽ ഫോം അത് വലുതാവാൻ തുടങ്ങി.
ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ എക്സ്പെരിമെന്റിൽ തന്നെ ഇദ്ദേഹം ഇത് ചെയ്തല്ലോ. ചെയ്തതിന് ശേഷം ഓക്കെ ഇതാണോ നോക്കാം. ഓക്കെ, ഇദ്ദേഹം ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അപ്പൊ ഓരോ വികാരത്തിനും എന്താ പറയാ, ഓരോന്നിനും അതിൻ്റെതായ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഓരോ സാധനം ചെയ്യുമ്പോഴും നമുക്കറിയാലോ അതിനകത്തുള്ള ഡിഫറൻസ് ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. അപ്പൊ നിങ്ങൾ ആ ക്രിസ്റ്റലിന്റെ ഒരു ഫോർമേഷൻ സൈസ് നോക്കിക്കോളട്ടോ. വേർഡ്സ് ക്യാൻ ഹീൽ, വേർഡ്സ് ക്യാൻ ഹേർട്ട്, വാട്ട് ഡിഡ് യു യൂസ് ടുഡേ? അതാണ് നമ്മളൊരു ചോദ്യം. ഹാർമണിയുടെ ക്രിസ്റ്റൽ ഫോം ഇങ്ങനെയായിരിക്കും. നമ്മള് ഹാർമണിയാണ് സെൻഡ് ചെയ്യും, ഇന്റേണൽ. അതിന്റെ ക്രിസ്റ്റൽ ഫോം ഇങ്ങനെയാണ്. അദ്ദേഹം നോക്കിപ്പോ ടാങ്കിന്റെ ക്രിസ്റ്റൽ ഫോം ആണ്. ഇത് വെള്ളത്തിലെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് 8 ആയിരിക്കും. ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നോട് കൊടുത്ത ക്രിസ്റ്റൽ ജോൺ. ഓരോ മതങ്ങളില് അതിന്റെ സെൻഡ് ചെയ്തിട്ടുള്ള ഇതെന്താണ്, ഇത് മോശമാണ്, ഈവിൾ. ഓക്കെ, ഷാജി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ വാട്ടറിന്റെ ക്രിസ്റ്റൽ അങ്ങനെ മാറും. പീസ് ഇങ്ങനെ. ബിഫോർ പ്രയറും ആഫ്റ്റർ പ്രയറും. ജസ്റ്റ് ഒരു വെള്ളത്തിലേക്ക് പ്രയർ കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഫോമായിട്ട് നമ്മൾ കണ്ടത്. പ്രയർ കൊടുത്ത് കഴിയുമ്പോൾ ആ വെള്ളം എത്രത്തോളം പ്യൂരിറ്റി വരുന്നുള്ളതെന്നോ അതിനകത്തൊരു ക്രിസ്റ്റൽ ഫോം പോലെന്നുള്ള നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. യു മേക്ക് മീ സിക്ക് എന്നുള്ള വേർഡ്, ലൈക്ക് ഞാൻ രോഗിയാണെന്നൊക്കെ പറയുമ്പോൾ ആ വേർഡത്തിന്റെ ഫോമായിട്ടും ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു കമ്പാരിസൺ കൊടുത്തിരിക്കുന്നു. ഇത് നോക്കിയാൽ ലവ്, താങ്ക് യു, ഐ ഹേറ്റ് യു. ഹേറ്റ് യുവിന്റെ കണ്ടോ, ഒരു ക്രിസ്റ്റൽ ഫോമായിട്ട് പോകുന്നില്ല. അതിൽ ശരിക്കും ഒരു വിഷലിപ്ത പോയ പോലെ ഉള്ളൊരു ഇമേജ് ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. യു ഫുൾ, ഇതൊരു വിദ്യയാണെന്ന് പറയുമ്പോൾ വെള്ളത്തിലേക്ക് ഉണ്ടാവുന്ന ഒരു ഫോർമേഷൻ. ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള. സോ താങ്ക് യു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ലൈക്ക് ഇത് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയതാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയുന്ന വേർഡ്സിന് പവർ ഉണ്ടെന്ന് നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ വാക്കുകൾക്ക് പവർ ഉണ്ട്, അതുകൊണ്ട് നമ്മളെ പറ്റി മോശം നമ്മൾ പറയരുത്, നമ്മളെ പറ്റി നല്ലത് പറയണം, നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കണം എന്നൊക്കെ പറയണതിന്റെ ഒരു സയന്റിഫിക് എവിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. എന്തുകൊണ്ട് നമ്മൾ നല്ല വാക്കുകൾ പറയണം, നമ്മളെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു വെള്ളം ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ വെള്ളം എന്താണ്? നിങ്ങളുടെ ബോഡി തന്നെയാണ്. 70% വാട്ടർ ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. ഈ ശരീരത്തിൽ വെള്ളം ഇരിക്കുമ്പോൾ അതിനോട് പറയണത്, നിന്നെ കൊണ്ട് കഴിവൊന്നുമില്ല, നീ മോശമാണ്, നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനിയിപ്പോ അതല്ല, നമ്മളെ പറ്റിയില്ല, വേറെ ആളെ പറ്റി നമ്മൾ പറയാന്ന് വിചാരിച്ചു, അവള് ശരിയല്ല, അവൾക്ക് പോക്കാണ്, അവള് വെറും ഒരു വിഡ്ഢിയാണ്, അവളൊരു മന്ദബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാട്ടറും ക്രിസ്റ്റൽ ഫോം ചെയ്യാൻ തുടങ്ങും. ആ ക്രിസ്റ്റൽ ഫോംസ് ആണ് നമ്മളെ രോഗികളും നമ്മളെ എന്താ പറയാ പ്രശ്നക്കാരും ഒക്കെ മാറ്റുന്നത്. നമുക്ക് ഈ വെള്ളത്തിനും ശരിക്കും ഒരു ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇനി ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, നിങ്ങൾ വിശ്വസിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം വെച്ചാൽ നമ്മുടെ വാക്കുകൾക്ക് വെള്ളത്തിൽ എത്രത്തോളം പവർ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ഇന്റേണലി നമ്മളെ മാറ്റണമെങ്കിൽ, നമ്മളെ ഹീൽ ചെയ്യാനായിട്ട്, നമ്മളെ ജീവിതത്തിലെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു
പ്രത്യേകിച്ച് ഒരു ഗ്ലാസ് വാട്ടർ എൻ്റെ മുമ്പ് ഞാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അതിനുശേഷം പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഇത് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതൊരു കുപ്പിയാണ്. ഇതൊരു ചില്ല് കുപ്പി ഞാൻ എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഇപ്പൊ കുറച്ചും കൂടി നല്ല മെത്തേഡ്സ് ഉണ്ട്. അന്ന് ഞാൻ എന്ത് ഇപ്പൊ ടേപ്പ് ആണെങ്കിൽ പൊളിഞ്ഞു പോരുന്നില്ല. ഇത് ഇത് കുപ്പി ഇതൊരു കുപ്പിയാണേ. ഉണ്ടോ? ഈ ഒരു കുപ്പിയിൽ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതിനകത്ത് മുകളിൽ ഇങ്ങനെ ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, സക്സസ് എന്നൊക്കെ എഴുതി വെച്ചു. അപ്പൊ എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മളത് രാത്രി ഈ വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ അത് കുടിച്ചു കഴിഞ്ഞാല് അതിനകത്ത് എഴുതിയ വേർഡ്സിന് പോലും നമ്മൾ ആ വെള്ളത്തില് ഫോർമേഷൻ വരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള കുറച്ച് വെള്ളമൊക്കെ ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറിലൊക്കെ നിറച്ച് വെച്ചിട്ട് അതിന്റെ പുറത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ആഗ്രഹിക്കാത്തതല്ല, ആഗ്രഹിക്കുന്നില്ല. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ജോയ്, ഇതൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ അത് കുടിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു 21 ഡേയ്സ് നമ്മൾ അങ്ങനെ എഴുതിയ ഗ്ലാസ്സിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ അങ്ങനെ എഴുതിയ ഒരു പാത്രത്തിൽ നിന്ന് മാത്രം കുടിച്ചു നോക്കും. നമുക്ക് ഭയങ്കര പീസും സമാധാനമൊക്കെ വരുന്ന കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും പ്രശ്നവും സന്തോഷവും ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കുപ്പിയിൽ ഇതുപോലെ എടുക്കുക, ജോയ് എന്നൊക്കെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഹാപ്പിനെസ്, ഹെൽത്ത്, വെൽത്ത്, അല്ലെങ്കിൽ അസുഖമുണ്ട്. അപ്പൊ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് ജാറിൽ ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ ഹെൽത്ത്, ഹാർമണി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് മാത്രം കുടിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ വെള്ളം തീരുന്നതനുസരിച്ച് അതിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും ഇങ്ങനെ ഈ വേർഡ്സുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹെൽത്ത്, ഹാർമണി, പവർഫുൾ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വെള്ളത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ സംഭവിക്കും. അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് അത് നമ്മളെയും ഹീൽ ചെയ്യും. അതുപോലെ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു 70% വാട്ടറും ഈ ക്രിസ്റ്റൽ ഫോംസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫോംസ് ഫോം ചെയ്യാൻ തുടങ്ങും. അത് നമ്മളെ എന്താ പറയാ ഹെൽത്തും വെൽത്തും ഒക്കെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാവുന്ന ഒരു മാഗ്നറ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടവരൊന്നൊരു തംസപ്പ് ഒക്കെ അടിച്ചേ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറ. നിങ്ങള് മുസ്തഫ മാത്രമാണ് കണ്ണൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. ഓക്കെ, ബിന സിനിൽ താങ്ക് യു. ബിന, ഉണ്ണീഷൻ താങ്ക് യു. ജസ്സി ഓക്കെ, ബഷീർ സാർ താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം വെച്ചിട്ട് തന്നെ വേറൊരു എക്സ്പെരിമെന്റും കൂടി ഉണ്ട്. വെള്ളം വെച്ച് നമുക്ക് വേറെ ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഒരു ഗ്ലാസ്സില് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വെള്ളത്തിന്റെ ഞാൻ ഈ പറഞ്ഞത് ഇത് റെഗുലർ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും വേറെ സിറ്റുവേഷനിലേക്ക് മാറ്റാൻ ഇത് നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാവുന്നുണ്ട്. ഇപ്പൊ 2 ചെറിയ ഗ്ലാസ്സുകൾ എടുക്കുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലാസ്സുകൾ എടുക്കുക, അതിൽ രണ്ടിലും പകുതി വെള്ളം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഒരെണ്ണത്തില് വെള്ളം ഫില്ല് ചെയ്യണ്ട, എന്നിട്ട് ഒരെണ്ണത്തിൽ വെള്ളം ഫില്ല് ചെയ്യണ്ട. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇല്ലാതെ എടുക്കുക. ഈ വെള്ളം എടുത്ത ഗ്ലാസ്സിൽ നമ്മൾ എഴുതുക നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പൂവറാണ്, നമുക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് രോഗിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുക. ഇപ്പുറത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം എഴുതാം. അതായത് നമ്മുടെ ഇപ്പൊ നല്ല ജോലി വേണമെങ്കിൽ ഓക്കെ, ഗുഡ് ജോബ്, അല്ലെങ്കിൽ ഗുഡ് ബിസിനസ്, അല്ലെങ്കിൽ 1 crore ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി. ഇത് എഴുതിയിട്ട് നിങ്ങൾ ഇത് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിലെ ഉള്ള ഗ്ലാസ്സിൽ നിന്നുള്ള വെള്ളം ഈ എന്താ പറയാ നമ്മൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷനിലുള്ള ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ പഠിച്ച മെത്തേഡാണ്, വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് പകർത്തിയിട്ട് നമ്മൾ ആ സാധനം വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ആ വെള്ളം നമ്മൾ കുടിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്താൽ നല്ലതാണ്, രാവിലെ എഴുന്നേറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കറന്റ് സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫർ, അപ്പൊ നമ്മുടെ മനസ്സിലും ഈ ഒരു ട്രാൻസ്ഫർ നടക്കണം. ഓക്കെ, ഞാൻ ഒരു പൂവർ ആയിട്ടുള്ള ആളിൽ നിന്ന് ഞാൻ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നു, ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഹെൽത്തി ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ ഈ ഒരു വാട്ടർ മെത്തേഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് പലതരത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് വെച്ചാല് ഈ ഒരു എക്സ്പെരിമെന്റ് തന്നെ ഞാൻ വേറൊരു റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ്. ഒരു ഫാമിലി അവർ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു 3 ജാറുകൾ എടുത്തു, 3 ജാറ്. ആ ജാറിൽ ഒരേപോലെ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്ത റൈസ്, അതായത് പാത്രങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തു. എന്നിട്ട് ഈ ജാറിൽ ഈ ചോറുണ്ടല്ലോ, നമ്മുടെ ചോറ്, കുറച്ച് വെള്ളവും ചോറൊക്കെ ആയിട്ട്
വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ചോറ് ഓരോ ജാറിലിട്ടു. ഒരു ജാറിന്റെ പുറത്ത് താങ്ക് യു എന്ന് എഴുതി, ഒരു ജാറിന്റെ പുറത്ത് ഹേറ്റ് യു എന്ന് എഴുതി, വേറെ ജാറ് ഒന്നും ചെയ്തുമില്ല. അത് നിഗ്ലക്ട് ചെയ്യാന്ന് പറയില്ല, നമ്മൾ ഒഴിവാക്കാന്ന് പറയില്ല. അപ്പം ഏറ്റവും വിറ്റ് എന്താന്ന് വെച്ചാൽ ഈ ജാറിനെ എല്ലാ ദിവസവും ഓരോ ജാറിനെടുത്തിട്ട് ഓരോന്നിനോട് താങ്ക് യു, ലവ് യു, യു ആർ സോ സൂപ്പർ എന്നുള്ളത് ഈ റൈസ് ഇട്ടിട്ട് പറയും. അടുത്ത ജാറോട് യു ഫൂൾ, ഐ ഹേറ്റ് യു, യു ആർ നോട്ട് ഗുഡ് എന്നൊക്കെ പറയും. മറ്റു ജാറിന് ഒന്നും ചെയ്തില്ല, ഇഗ്നോർ ചെയ്ത് വിട്ടു. ഏറ്റവും വിറ്റെന്ന് വെച്ചാൽ ഈ ഒരു ജാറുകള് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷ നടത്തുമ്പോൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ജാറിൽ ഏറ്റവും പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത ജാറിലെ റൈസ് വളരെ നല്ല രീതിയിൽ എന്ന് വെച്ചാല് ചീത്തയായിട്ടുള്ളതല്ല, ഒരു ക്ലിയർ വാട്ടർ ആയിട്ട് ഇരിക്കുന്നതും, യു ഫൂൾ എന്നൊക്കെ പറയുമ്പോഴേക്കും വെള്ളം ആകെ ഭയങ്കര പെട്ടെന്ന് ചീത്തയാവുന്നതും, അതുപോലെ ഇഗ്നോർഡ് ആയിട്ടുള്ള സാധനം പോലും കേടാവും. ലൈക്ക് നമ്മളൊന്നും ചെയ്യാത്ത ജാറും പെട്ടെന്ന് കേടാവും. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മുടെ വാക്കുകൾക്ക് അത്രയും പവർഫുൾ ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ച് പാരന്റിങ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയണ ഒരു നല്ല പോയിന്റ് ഇതാണ്. ലൈക്ക് നമ്മൾ ഈ മക്കളോടാണ് നീ നന്നാവൂല, നീ എന്താണ് ഇങ്ങനെ, നീ മോശമാണല്ലോ, നീ നീ അങ്ങനെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ വഴക്ക് പറയുമ്പോൾ സത്യത്തില് നമ്മുടെ അവരെ വാട്ടർ സിറ്റുവേഷൻസിനെയൊക്കെ നമ്മൾ ഇമ്പാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അവരുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും. നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നീ മാത്രം എന്താ പഠിക്കാത്ത, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പോയിൽഡ് വേർഡ്സ് പറയുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറിച്ച് താങ്ക് യുവും ഗ്രാറ്റിറ്റ്യൂഡും ഭയങ്കര പോസിറ്റീവ് വേർഡ്സ് ഒക്കെ കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫിനെ തന്നെ ഭയങ്കരമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, എനർജിയാണ്. കാരണം എവറിത്തിങ് ഈസ് എനർജി. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ഒരു എനർജിയാണ്. നിങ്ങൾ എന്നെ രാവിലെ കേൾക്കുന്നു, ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിട്ടിൽ പതിക്കുന്നു, ഒരു ഡിവൈസിലൂടെ കേൾക്കുന്നു. ആ വാക്ക് പോലും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾ എത്ര നാളെ ക്ലാസ് കൊടുക്കുന്നു, ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലും ഒരു നെഗറ്റീവ് മോഡിലായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന വാക്ക് ഒരു പവർ ഉണ്ട്. ആ പവർ ഉള്ള സ്ഥലത്ത് ആണ് നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത് ഇപ്പൊ ഓർക്കാണ്. ഇപ്പം ഈ ഭാര്യ ഭർത്താവും തമ്മിൽ അടികൂടുമല്ലോ, ഭാര്യ ഭർത്താവും മക്കന്മാരും മിക്കവാറും അടിയായിരിക്കും. എല്ലാ വീട്ടിലും അല്ല, മിക്കവാറും വീടുകളിലും എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ഇടികൂടും. ഈ ഭാര്യമാര് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഭാര്യമാരെ ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ വീട്ടിൽ ഭർത്താക്കന്മാരെ ഉണ്ടാക്കി തുടങ്ങി കൂടുതലും, ഭാര്യമാരെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചീത്തയും തെറിയൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഫുഡ് ഉണ്ടാവും. കാലമാടൻ ഇവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നെ ഇടിച്ചു, എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഈ വളരെ നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ടായിരിക്കും മിക്കവാറും ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ ഫുഡ് കഴിക്കുന്ന ഓരോരുത്തരും അതുണ്ടാക്കുന്ന ആളത് കഴിക്കുന്നുണ്ടെങ്കിൽ അയാളും ഉണ്ടാക്കി കൊടുക്കുന്ന ആളൊക്കെ അസുഖബാധിതരാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്താണ്, നമ്മുടെ എനർജി ഈ ഫുഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറയാം. അപ്പൊ നമ്മളത് പണ്ടൊക്കെ നമ്മളൊന്നും കഴിക്കാനില്ലാത്തപ്പോഴും ആളുകൾ ആരോഗ്യത്തോടെ ഇരുന്ന എന്തായിരുന്നു അന്നൊക്കെ. ഇന്നത്തെ അമ്മമാര്, ഞാൻ 99% അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നത്. മീൻസ് നമുക്ക് നമ്മൾ മൊബൈൽ കാണുന്നു അങ്ങനെയൊക്കെ. പക്ഷെ പണ്ടൊക്കെ 99 എന്ന് പറയുന്നില്ലട്ടോ, കുറച്ചുപേരൊക്കെ നല്ലതുണ്ടാവും. പക്ഷെ കൂടുതൽ ആളുകളൊക്കെ ഞാൻ കണ്ടെടുത്ത് വെച്ചാൽ ഒരു കടത്ത് കഴിക്കുന്ന പോലെ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യത പോലെയാണ്. പക്ഷെ പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ആകെ ചിലപ്പോൾ ഒരു ചോറും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു തേങ്ങയിൽ 2 മുളകൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് ചതച്ച് ചമ്മന്തി. പക്ഷെ ഇപ്പോഴും ഇതില് ഒരു 50കളോട് അടയ്ക്കുന്ന ആൾക്കാരുടെ ഒക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും, അവരുടെ ഭാര്യമാര് എത്ര ഇൻഗ്രീഡിയന്റ് വെച്ച് ഉണ്ടാക്കിയേക്കാളും കൂടുതൽ ടേസ്റ്റ് അന്ന് അമ്മ തന്ന ഒരു ഉള്ളിച്ചമ്മന്തിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന എത്രയോ പേരുണ്ടാവും ഇവിടെ. അന്ന് ഇപ്പോഴും ആ നാവിലെ രസം പോയിട്ടുണ്ടാവില്ല. കാര്യം അത്രയും വേറെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 2 ഉള്ളിയൊക്കെ എടുത്ത് ചതച്ചതായിരിക്കും. അതിൽ ചിലപ്പോൾ ഒരു ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചാടിച്ച്, ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണത്തിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് തന്നു കഴിഞ്ഞാല് അത് ആർത്തിയോടെ തിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാര്യം അപ്പൊ അവരുടെ ഒരു ഫുഡിന്റെ ടേസ്റ്റിനേക്കാളും അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റിനേക്കാളും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അവർ മിക്സ് ചെയ്തിരുന്ന അവരുടെ സ്നേഹമായിരുന്നു. അപ്പൊ ആ സ്നേഹത്തോടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഇൻഗ്രീഡിയന്റ് ഒന്നും വീട്ടിൽ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വലിയ വലിയ കോസ്റ്റ് ഉള്ള സാധനങ്ങളൊന്നും മേടിച്ച് മീറ്റ് അതൊന്നും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആ സ്നേഹത്തോടെ നമുക്ക് ഒരു 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 തുള്ളി ചോറ് കിട്ടിയാൽ പോലും അത്
ഭയങ്കര എഫക്ട് ചെയ്യും നമ്മുടെ ഫാമിലിയിൽ. അപ്പൊ നമ്മുടെ പല ഫാമിലീസിലും ഈ ടെൻഷനും ഈ ആളുകൾ തമ്മിൽ വഴക്കും ബഹളമുള്ളവരൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ക്യാൻസറസ് ഒക്കെ ആവുന്നതിന്റെ ഒക്കെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സിന് നമ്മുടെ ഫുഡിനെയും നമ്മുടെ ബോഡിനെ ഒക്കെ ബാധിക്കാൻ പറ്റും. ഞാൻ സജീവ് നായരെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ റൈസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിക്ക് മുമ്പ് തന്നെ ഞാനൊരു അദ്ദേഹത്തിന്റെ ഓഡിയോ ഭയങ്കര വൈറലായിരുന്നു. വൈറലായെന്ന് വെച്ചാൽ പുള്ളി ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ വന്ന ഏകദേശം 25ഓളം ക്യാൻസർ പേഷ്യൻസിനെ അദ്ദേഹം വെറുതെ ഒരു പഠനമായിട്ടൊന്നുമല്ല, ജസ്റ്റ് അവരോട് ചോദിച്ചു. പുള്ളി ചോദിച്ചു ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ആരെങ്കിലോടും അത് അകാരണമല്ല കാരണത്തോടുകൂടി തന്നെ അതിശക്തമായ വെറുപ്പുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഈ 25 ക്യാൻസർ പേഷ്യൻസ് അവിടെ വന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈഫിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ലൈഫിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് അവരവിടെ വന്നത്. അയ്യോ ലൈറ്റ് പോയില്ല, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒറ്റ സെക്കൻഡ്. സോറി. അപ്പൊ അവരുടെ മരണത്തോട് എടുക്കുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു അവര്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു വെച്ചാൽ 25 എനിക്ക് തോന്നുന്നു 23 ആൾക്കാരും പറഞ്ഞു വെച്ചാല് അവർക്ക് അതിശക്തമായ വെറുപ്പുണ്ടായിരുന്നു എന്നതാണ്. അത് ചിലപ്പോ വളർത്തി വലുതാക്കിയ മകള്, കൂടുതലും പേര് അതാണ്, വളർത്തി വലുതാക്കിയ മകൾ ഒരു ദിവസം ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പൊ അവളോട് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റുന്നില്ല. അതുപോലെ ബിസിനസ്സിൽ ഒരുപാട് വിശ്വസിച്ച് കൂടെ നിർത്തിയ പാർട്ട്ണർ പറ്റിച്ചിട്ട് പോയി. അപ്പൊ അവരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വെറുപ്പ് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ആ വെറുപ്പ് അവരെ എന്താ പറയാ, അവരോടുള്ള പ്രാക്കും സംഭവമൊക്കെ വരുമ്പോ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒളിച്ചോടി പോയ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു വിഷമം പേറുന്ന അവര് എന്ത് പറ്റി, പതുക്കെ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആവാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ അതെന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടാണ് ഫുഡ് വെക്കുന്നത്, ഈ പറഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ശരീരത്തിലും വെള്ളമുണ്ട്, നമ്മൾ എപ്പോഴും ഇങ്ങനെ അവളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നു. അൾട്ടിമേറ്റ്ലി നമ്മളെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ആരെന്ത് മോശം ചെയ്തു കഴിഞ്ഞാലും, ആരെത്ര നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാലും നമ്മൾ അവരോട് തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സിനിമയിലെ കാണുന്ന പോലെ നമ്മൾ വലിയൊരു ഹീറോ ആവല്ല ചെയ്യുന്നത്, നമ്മൾ സീറോ ആവുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരാളാണ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് വായിക്കുകയോ പഠിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങളോട് നിങ്ങളുടെ ഒരു ചെകിടത്തടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റു ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഡ്രസ്സ് ഊരിക്കൊണ്ടുവന്ന്, നിങ്ങളുടെ കുപ്പായം ഊരിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഡ്രസ്സും കൂടി ഊരി അവനെ കൊടുക്കണം എന്നാണ് ജീസസ് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽവക്കാരനെ സ്നേഹിക്കണം. അതായത് നീ നിന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അത്രയും നന്നായിട്ട് നിന്നെ സ്നേഹിക്കണം. പിന്നെ നിന്റെ ശത്രുവിന് നീ എന്ത് ചെയ്യണം, ശത്രു നിന്റെ അടുത്ത് വരികയാണെങ്കിൽ നീ അവന് വെള്ളം കുടിക്കാൻ കൊടുക്കണം. വെള്ളം ചോദിച്ചാൽ വെള്ളം കുടിക്കാൻ കൊടുക്കണം. നിന്റെ ശത്രു നിന്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം ചോദിച്ചാൽ ഭക്ഷണം കൊടുക്കണം. അതായത് ഒരിക്കലും നിങ്ങൾ ഒരു തരി വെറുപ്പ് പോലും, നിങ്ങൾ എത്ര ഉപദ്രവിച്ചനാണെങ്കിൽ പോലും അവനോട് ഒരു തരി ദേഷ്യമോ വെറുപ്പോ നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ ഈ വെറുപ്പും വിദ്വേഷവും അൾട്ടിമേറ്റ്ലി രോഗികളാക്കുന്നത് നമ്മളെയാണ്. പിന്നെ അറിയാലോ, ക്രിസ്ത്യൻ ഇതനുസരിച്ച് കുറെ റിട്രീറ്റ് സെന്റേഴ്സ് ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഡിവൈനൊക്കെ പോലെ മുരുകുള്ള റിട്രീറ്റ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ എന്റെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ എനിക്ക് അവിടെ പോയിട്ടുണ്ട്, അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും നമ്മൾ അവിടെ കാണുന്ന ഒരു മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കിടത്തി കൊണ്ടുവരുന്ന രോഗികളൊക്കെ, അതായത് ഈ പറഞ്ഞ തീരെ വയ്യാതെയൊക്കെ വരുന്ന രോഗികളൊക്കെ കുറെ കഴിയുമ്പോൾ അവർ ഈ ധ്യാനത്തിന്റെ ഒക്കെ ഒരു അവസാനമൊക്കെ ആകുമ്പോഴേക്കും അവര് എഴുന്നേറ്റ് സ്റ്റേജിലൊക്കെ വന്നിട്ട് പറയും, എനിക്ക് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഞാനത് മാറി എന്നൊക്കെ പറയും. അപ്പൊ ഇതില് ഞാൻ അവരെ അന്നും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഞാൻ ചെറുതായിരുന്നു അന്ന് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇവര് പറയുന്ന ഒറ്റ ഒരു കാര്യമാണ്. ഞാൻ നല്ലൊരു ശതമാനം ആളുകൾ പറഞ്ഞു വെച്ചാല്, ഇപ്പോഴും ഞാൻ ഓർക്കാണ്, ഒരു ചേച്ചി അവിടെ എനിക്ക് തോന്നുന്നു ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഫസ്റ്റ് അവിടെ ധ്യാനം കൂടുന്നത്. 9ലാണോ അല്ലാതെ കഴിഞ്ഞിട്ട് ഏതൊരു പരിപാടിയിൽ ഒരു ചേച്ചി അവിടെ കിടന്നാണ് ധ്യാനം കൂടുന്നത്, ഒരു റൂമിൽ കിടന്നിട്ടാണ് ധ്യാനം കൂടുന്നത്. അപ്പൊ അവര് ഒരു രോഗശാന്തി ശുശ്രൂഷ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ എന്റെ ഭർത്താവിനോടോ അതോ ഭർത്താവിന്റെ അമ്മയോടോ ക്രൂരമായ, മീൻസ്
എന്നെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരോടുള്ള വെറുപ്പ് എന്നെ മനസ്സിലായിരുന്നു. ഇവിടെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വെറുപ്പ് പാടില്ല, ഈശോ അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായി. അവർക്ക് ക്ഷമിച്ച് ഞാൻ അവർക്ക് മാപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ അവരെ ഭയങ്കരമായിട്ട് ചെയ്തു. അപ്പം തളർന്നിടുന്ന ആളെ എഴുന്നേറ്റ് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാല് നമ്മളിൽ വെറുപ്പോ വിദ്വേഷമോ നെഗറ്റീവ് സംഭവങ്ങളുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി നമ്മളെയാണ് രോഗികളും പ്രശ്നക്കാരും ആക്കുന്നത്. അപ്പൊ അതല്ലെങ്കിൽ അബ്ദുൽ കലാമിനെ കണ്ടില്ലേ? അപ്പൊ പുള്ളിക്ക് ഒരു ദിവസം പോയി, ഒരു ദിവസം അങ്ങ് എന്താ പറയാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മരിച്ചു പോകുന്ന രീതിയിലേക്കൊക്കെ വന്നു. അപ്പൊ നമ്മളിപ്പോഴും ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയും ഏറ്റവും പ്ലസന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. ഇവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം അങ്ങനെയല്ല. പക്ഷെ മാക്സിമം നമ്മൾ ഒരു റിട്ടേൺ ബാക്ക് എപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ മാക്സിമം ചില ആളുകളോട് എനിക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടല്ല, അതൊക്കെ ഞാൻ മിക്കവാറും എല്ലാ 99% കാര്യങ്ങളും കണ്ണടച്ച് വിടാറുണ്ട്. നമുക്ക് പിന്നെ വലിയ വാശിയും പിടിവാശികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ജോലി സംബന്ധമായിട്ടൊക്കെ എനിക്ക് ചിലപ്പോൾ ദേഷ്യവും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് റിട്ടേൺ നോർമലിലേക്ക് വരാറുണ്ട്. കാര്യം നമ്മളത് മനസ്സിൽ ഒരാളോട് ദേഷ്യമോ വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് എഫക്റ്റഡ് ആവണം, നമ്മൾ തന്നെ ഇൻഫെക്റ്റഡ് ആവണം. സത്യം പറഞ്ഞാൽ അതൊരു വൈറസ് ആണ്. ആ വൈറസ് നമ്മളെ ഏത് ഭാഗത്താണ് കയറി പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ക്യാൻസർ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആയിരിക്കും, നമ്മുടെ ഹൃദയം ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകളൊക്കെ കൂടുതലും സ്നേഹിക്കപ്പെടാത്ത ആൾക്കാരും സ്നേഹിക്കാത്ത ആൾക്കാരും, ചിലപ്പോൾ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടാവും, സ്നേഹം പ്രകടിപ്പിക്കാത്ത ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു സയന്റിഫിക് എവിഡൻസ് ഒന്നുമില്ല, പക്ഷെ സയന്റിഫിക് എവിഡൻസ് ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നമ്മുടെ വേർഡ്സിനും നമ്മുടെ തോട്ട്സിനും നമുക്കൊരു എനർജി ഒരു ജലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അത് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കാനും ഏറ്റവും വേസ്റ്റ് ആക്കാനും കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ കുടിക്കുന്ന ജലം അത് പവർഫുൾ ആണ്. നമുക്കറിയാം 70% ബോഡിയിലെ വാട്ടർ ആയതുകൊണ്ട് നമ്മൾ വേറെ എന്ത് കഴിക്കുന്നേക്കാളും സൂക്ഷിച്ച് കഴിക്കേണ്ട ഒരു സാധനം ഒരു ജലമാണ്. ഈ ജലം ഇപ്പൊ നിങ്ങൾക്ക് ഒരു മലിനമായ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഡൗട്ട് തോന്നുകയാണ്, ഈ വെള്ളത്തില് അണുക്കളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്നാലും വെള്ളം കുടിച്ചേ പറ്റൂ എന്നുള്ള സാഹചര്യം നിങ്ങൾ ആ വെള്ളം എടുക്കുക, അതിനകത്ത് കുറെ പ്രയർ കൊടുക്കുക, ലൈക്ക് താങ്ക് യു സോ മച്ച്, താങ്ക്സ് അ ലോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രയർ കൊടുത്തു കഴിഞ്ഞാല് ഇത് പറയുന്നതൊക്കെ പറയുമ്പോൾ ഇയാൾ വലിയ കള്ളസന്യാസി എന്നുള്ള രീതിയിൽ പറയണ്ട. ലൈക്ക് ഇൻ ദ സെൻസ് നിങ്ങളത് നിങ്ങളുടെ ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാര്യം ഞാനൊക്കെ പലപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാനൊന്നും ഒരു നിലയ്ക്കും വെള്ളത്തിനെ കുറിച്ചൊന്നും അത്രയും ബോധേഡാവാറില്ല. എനിക്ക് ഇന്നേ വരെ ട്രാവലിന് പോയിട്ട് ഇതുവരെ ഇൻഫെക്റ്റഡ് ആയിട്ടില്ല ഞാൻ. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പം പല ആളുകളും പറയുന്നേക്കാം, അയ്യോ അവിടെ ട്രാവൽ ചെയ്ത് വന്നപ്പോഴേക്കും വയർ അപ്സെറ്റ് ആയി, ഇളക്കം പിടിച്ചു, അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പ്രശ്നമായി, ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് മറ്റേത് വന്നു എന്ന് വെച്ചാൽ നമ്മുടെ കുറേയൊക്കെ നമ്മുടെ തോട്ടാണ്. ലൈക്ക് ഞാൻ പറഞ്ഞാൽ അതിനകത്ത് അഴുക്കുകൾ ഉണ്ടാവും, അണുക്കൾ ഉണ്ടാവും. നമ്മൾ വീക്കാണെങ്കിൽ, നമ്മുടെ ഒരു ഓറ വീക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് വീക്കാണെങ്കിലാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയുള്ള സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാണ്, വെള്ളത്തിന് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറെ താങ്ക്ഫുൾ പ്രയറും ഒരു കൺഗ്രാജുലേഷൻസും ഒരു ലവും ഒക്കെ കൊടുത്ത് നിങ്ങൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. കാര്യം ഇതൊരു മെഡിക്കൽ ടൈം ആയതുകൊണ്ട് ഞാനത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് സൗസ്റ്റി സാറ് പറഞ്ഞിട്ടാണ്. അവിടെ പോയിട്ട് ഒരു അലമ്പ് ഉള്ളായിരുന്നു, താങ്ക് യു പറഞ്ഞ് കുടിച്ചു, എന്റെ വയറ് പോയി, ഞാൻ തട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലെയിം എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞതാണ്, യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. കാരണം അത് ഓരോരുത്തരുടെയും ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളോടോ മറ്റുള്ളവരോടോ മോശമായതൊന്നും പറയാതിരിക്കുക. അങ്ങനെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എനിക്കും വരുന്നുണ്ട്, ഞാനും ശ്രമിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ലൈക്ക് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി അഫക്റ്റിംഗ് അസ് ഓൺലി. നമ്മൾ ആരോട് പെട്ടില്ലെങ്കിലും ഒക്കെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടൊക്കെ അഫക്ട് ചെയ്യുന്നത് നമ്മളെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം. നാലാമത്തെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഈ ഒരു വാട്ടർ ടെക്നിക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലൈക്ക് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ഒരു പുതിയ സിറ്റുവേഷൻസിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ആ ജലത്തെ ഉപയോഗിക്കാം. അതുപോലെ ഇപ്പം ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള തീർത്ഥം അത് എന്തുകൊണ്ട് ബെസ്റ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പൊ ആ മന്ത്രങ്ങളുടെ ഒരു എനർജി ആ വെള്ളത്തിലുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ആശ്വാസവും ഒരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. അല്ലെങ്കിൽ അച്ഛൻ വന്നു വെഞ്ചരിച്ചു പോകുമ്പോൾ അത് നന്നാവുന്നത്. ഇത് സ്റ്റോറിലും ചെയ്യാറുണ്ട്. മാജിക് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുന്നത് ഞാൻ പറഞ്ഞത് എവിടെയും ചെയ്യാം നമുക്ക്. മാജിക് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ച എത്ര പേരുണ്ട്? മാജിക് പ്രാക്ടീസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഉണ്ടാവല്ലോ, കുറെ പേരുണ്ടാവല്ലോ. മാജിക് റോണ്ടാബൈന്റെ മാജിക് ബുക്ക് വായിക്കുകയോ അത് പ്രാക്ടീസ് ചെയ്ത് 28 ദിവസം പ്രാക്ടീസ് ചെയ്ത ആൾക്കാര് ഇല്ല? നോ. ഹലോ,
വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത ആരെങ്കിലും? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. മാജിക് സ്റ്റോൺ ഉണ്ട്. ആ മാജിക് സ്റ്റോൺ എന്ന് പറഞ്ഞ സംഭവത്തിലേ ഉള്ളൂ. ഈ വെള്ളത്തിന് പകരം അതിനകത്ത് ഒരു സ്റ്റോൺ ആണ് അവർ പറഞ്ഞത്. ആ സ്റ്റോൺ നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ നന്ദി, നമ്മളിപ്പോ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്നാണല്ലോ നിങ്ങളെ ബി മാജിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വെള്ളത്തിൽ ഒരു കല്ല് നിങ്ങൾ എടുക്കുക. ഉരുണ്ടൻ കല്ലൊക്കെ ആണല്ലേ, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കല്ല്. നന്നായിട്ട് വാഷ് ചെയ്യുക. നല്ല രീതിയിൽ ഓക്കെ ചെയ്യുന്നുണ്ട് സാർ, ഓക്കെ വെരി ഗുഡ്. അപ്പൊ ആ കല്ല് എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞാല് അതിനകത്ത് അവർ തന്നെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഒരാള് അദ്ദേഹത്തിന്റെ മകന് വയ്യാതെ, അല്ല അത് സീക്രട്ടിലാണ് ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകന് വയ്യാതെ കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ജസ്റ്റ് ഒന്ന് അവനെ ടച്ച് ചെയ്ത് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് ഹീലായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് എടുത്തൊരു കല്ല് വിഗ്രഹമായിട്ട് മാറുന്നു, അതിന് കൊടുക്കുന്ന ഒരു വേർഡ്സ് എനർജിയാണ് അതിനൊരു വിഗ്രഹമാക്കി മാറ്റുന്നത്. അതല്ലാതെ അതിന് സ്പെഷ്യലായിട്ട് കഴിവൊന്നുമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു മന്ത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡ്സ് കൊണ്ടാണ് അതിനൊരു പവർഫുൾ ആക്കുന്നത്, ഒരു വിഗ്രഹമാക്കി മാറ്റുന്നത്. തീർച്ചയായിട്ടും മനുഷ്യന്റെ തന്നെ വേർഡ്സും അഫർമേഷൻസും മന്ത്ര ഉച്ചാരണങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് അതിനൊരു എന്തെങ്കിലും ഒരു എനർജി അതിന് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അവർ ഓൺ എനർജി വി ആർ ട്രാൻസ്മിറ്റിംഗ് ടു ദാറ്റ് സ്റ്റോൺ. അപ്പം നിങ്ങൾക്കും അത് പ്രാക്ടീസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവട്ടെ, ഭംഗിയാവട്ടെ. ജലത്തെ ഉപയോഗിക്കുമ്പോൾ ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കുക. അതിനെ ക്രിസ്റ്റൽ ഫോമിലേക്ക് ആക്കി മാറ്റിയിട്ട് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ വെരി ഗുഡ് ഹെൽത്ത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. ഓവർ ടു യു മുഫീദ. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? നല്ല ജലത്തിനെ കുറിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാറ് ഗ്രാറ്റിറ്റ്യൂഡ് വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തില് അങ്ങനെ കണ്ടിട്ടുണ്ട്, ബോട്ടിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെച്ച് ആ വെള്ളം കുടിക്കുന്നത്. സോ ടീം എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എവിടെ പോയി എല്ലാവരും? എന്താ ആരൊന്നും മിണ്ടാത്തെ? ഹലോ, മുസ്തഫ സർ പറഞ്ഞോളൂ. അല്ല, ഈ ഇന്നത്തെ ടോപ്പിക് നന്നായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ക്ലാസ് ഈ വിഷയം കേൾക്കുന്നത്, ഈ വെള്ളത്തിന്റെ. അപ്പൊ അത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്, വെള്ളത്തിന് ഇത്ര പവർ ഉണ്ടെന്ന്. നമ്മൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അതിൽ ക്രിസ്റ്റലിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വിഷ്വല് നന്നായിട്ടുണ്ട്. സൂപ്പറായി. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മുസ്തഫ. ദീപ മാം. ഹലോ സാർ, ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് മാജിക് വാട്ടർ. നൈറ്റ് എടുത്ത് ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി വെക്കാറുണ്ട്. എന്നിട്ട് മോർണിംഗിൽ കുടിക്കാറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. കൂടുതൽ അറിവുകളുണ്ട് സാർ പറഞ്ഞു തന്നതിൽ. താങ്ക് യു സാർ. താങ്ക് യു ദീപ മാം. ബീന മാം. ഹലോ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അത് ഒരു കാര്യം ചോദിക്കാനില്ലേ, മറ്റുള്ളവർ നമ്മളെ വഴക്ക് പറയും മുമ്പ് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിലും അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ലേ ഹെൽത്ത് ശരീരത്തില്? അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു നെഗറ്റീവ് വേർഡ്സ് നമുക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് അതൊരു വ്യത്യാസമുണ്ട്. പക്ഷെ അൺടിൽ അൺലെസ് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതിനൊക്കെ ഒരു അപ്രീസിയേഷൻ പോലെ എടുക്കണം. ലൈക്ക് ഇപ്പൊ ഒരാള് നീ ശരിയാവില്ലടി എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് നമ്മൾ നല്ലതായതുകൊണ്ടാണ് ആളുകൾ മോശമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് അൺടിൽ അൺലെസ് നമ്മളൊരു സാധനത്തിന് നമ്മുടെ ഉള്ളിൽ കയറ്റി വെക്കുന്നില്ലെങ്കിൽ, അത് നമ്മുടേതാക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ മാഡം ശരിയല്ല എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞു ശരിയാണല്ലോ, ഞാനും ശരിയല്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളത് ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് യുവർ വേർഡ്സ് ദാറ്റ് വിൽ അഫക്ട് യു. പക്ഷെ അത് അവർക്ക് മറ്റേ ശരിയായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, ഞാൻ ഏറ്റവും സൂപ്പറാണ്, ഞാൻ പവർഫുൾ ആണെന്ന്. അപ്പൊ തന്നെ നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ ക്യാൻസൽ എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞാൽ മതി.
അപ്പൊ നമുക്ക് അതിനെ എന്താ പറയാ ന്യൂട്രലൈസ് ചെയ്ത് വിടാൻ പറ്റും. അൺടിൽ അൺലെസ് നമ്മൾ ഒരു വേർഡും ഇപ്പൊ നമ്മൾ ഹിപ്നോട്ടിസത്തിലൊക്കെ എന്താ ചെയ്യുന്നത്, ഹിപ്നോസിസ് ചെയ്യുന്ന ഒരാൾ ആ ഇൻസ്ട്രക്ഷൻ അയാൾ എടുത്താൽ മാത്രമേ അയാളെ ഹിപ്നോസിസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നൊന്ന് ഹിപ്നോസിസ് ചെയ്യാൻ വലിയ വലിയ ആൾക്കാർക്ക് പറ്റുമായിരിക്കും, നമ്മുടെ ചെറിയ ആൾക്കാർ നോക്കിയിട്ട് നടന്നില്ല. കാര്യം അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഞാൻ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. എനിക്കറിയാം ഹിപ്നോസിസ് ആണ്, നടക്കൂല എന്നുള്ളത്. പക്ഷെ ഞാൻ പഠിച്ചപ്പോ തന്നെ ഒരാളെ ഹിപ്നോസിസ് ചെയ്യാൻ എനിക്ക് പറ്റി. കാര്യം അയാൾ നല്ലൊരു കേൾക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ഒരാളായിരുന്നു. ഞാൻ പറയുമ്പോ ഇയാൾ ഇത് ഇങ്ങനെയല്ലേ പറയണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്തും നമ്മൾ എടുക്കണമെങ്കിൽ എടുക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞുകൊണ്ട് നമ്മൾ നശിച്ചു പോകണമെന്നില്ല. നമ്മളത് എടുക്കാതെ തിരിച്ച് അവരിലേക്ക് തന്നെയാണ് അത് നശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ ഇപ്പോഴും പറയുന്ന കാര്യം, നമ്മളൊരാളെ പ്രാകുന്നു, നീ നശിച്ചു പോകൂടി കാലമാഴത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയൂലേ. അപ്പൊ അൾട്ടിമേറ്റ്ലി ആ കേൾക്കുന്ന ആളത് എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പറയുന്ന ആളിലേക്ക് തന്നെ ആ വേർഡ് തിരിച്ചെല്ലുകയും അവരുടെ ലൈഫായിരിക്കും സ്പോയിൽ ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാനുള്ള ആവശ്യമില്ല. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബീന മാം, താങ്ക് യു സോ മച്ച്. ഇവിടെ അടുത്ത ആൾക്ക് വരാട്ടോ, പെട്ടെന്ന് പറയാം, നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ആരാണ്? ദിവ്യ മാം. താങ്ക് യു സ്റ്റിൻ സർ, നല്ല ക്ലാസ് ആയിരുന്നു. വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ചും എന്താ പറയാ, നമ്മളുടെ പോസിറ്റീവ് അഫർമേഷൻസ് പറയുമ്പോൾ അത് എത്രമാത്രം ശക്തമായിട്ട് അത് വെള്ളം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. മണി സർ. മാജിക് മോർണിംഗ് സർ, നല്ല വാല്യബിൾ ക്ലാസ് ആയിരുന്നു സർ. അപ്പം വെള്ളത്തിനുള്ള പവർ ശരിക്കും ഇപ്പോഴാണ് കൂടുതൽ ഇതിലേക്ക് മനസ്സിലായത്. സാധാരണ രീതിയിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും ആ കണക്ഷൻ വന്നിട്ടുണ്ട് സാർ. ആ ശാസ്ത്രീയമായ രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ക്രിസ്റ്റൽ ഫോർമേഷന്റെ കാര്യം, അത് ലവ് ആയാലും ഹെയ്റ്റ് ആയാലും എങ്ങനെ മാറി മാറി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായ വളരെ ഭയങ്കര എഫക്റ്റാണ് വരുന്നത്. അപ്പൊ എന്ത് ഫുഡും അതേ സമയത്ത് നമ്മൾ വളരെ സ്നേഹത്തോടെ വെക്കുന്ന സമയത്ത് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ കുപ്പിയിലെ വെള്ളം നമ്മൾ ഡെയിലി ഒരു അഫർമേഷൻ ആകുമ്പോൾ നമുക്കത് പിറ്റേ ദിവസം എങ്ങനെയായാലും ഗുണം ചെയ്യുന്ന ഉറപ്പാണ്. അപ്പം അതുപോലെ തന്നെ പല സാറ് പറഞ്ഞ പോലെ അമ്പലത്തിലും പള്ളികളിലൊക്കെ ഈ വെള്ളത്തിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം വളരെ പൂജിച്ച സ്ഥലത്തുനിന്ന് വളരെ പോസിറ്റീവ് അഫർമേഷന് കൂടിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മളെ ശരീരം ഒരു 70% വെള്ളാണെന്നുള്ളത് ആ ബോധ്യം കൂടി ഇതിലേക്ക് വന്ന്. അപ്പൊ നമ്മൾ പറയുന്ന വേർഡ്സ് എല്ലാം വളരെ നല്ല വാക്കുകൾ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റം നമുക്ക് എപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഏതായാലും വളരെ ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്? ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ, ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് സന്തോഷത്തോടു കൂടി നമ്മൾ എങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നത്, നമ്മുടെ ആ ഒരു എനർജി അതിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുള്ള സത്യം തന്നെയാണ്. നമ്മൾ സന്തോഷത്തോടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ആ ഫുഡിലും ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ കാണും. പണ്ടുള്ള അമ്മമാര് ശരിയാണ്, കഞ്ഞിവെള്ളം ആണെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ അത് ഭയങ്കര സന്തോഷവും സമാധാനത്തോടു കൂടിയിട്ട് നമ്മൾ കഴിച്ചിരുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു സോ മച്ച്. നല്ലൊരു വെള്ളത്തിന്റെ പ്രാധാന്യവും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രം ഒരു സംഗതിയിലുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നിപ്പം ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പം ചില നേരം നമ്മള് മക്കളൊക്കെ താമസിച്ചോ എല്ലാം കയറി വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയുമ്പോൾ നമുക്കൊരു ദേഷ്യത്തോടു കൂടിയാണ് നമ്മൾ എണീറ്റ് വരുന്നത്. ശരിക്കും അതും അവോയ്ഡ് ചെയ്യണമെന്നുള്ള കാര്യവും മനസ്സിലായി, എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ സമയം കഴിഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഷില മാം, താങ്ക് യു സോ മച്ച്. സോ ഇനി ആരും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് അത്രയും നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? വെള്ളത്തിനെ കുറിച്ച് നമ്മൾ
ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. കുടിക്കാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരുപാട് നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഓസ്റ്റിൻ സർ പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇനി മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സോ ഇന്ന് ഈ ഒരു സെഷൻ എടുത്ത ഓസ്റ്റിൻ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ PMagic മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, sir. Thank you all. Thank you, sir.